പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ചരിത്ര നിമിഷം എത്തിയിരിക്കുകയാണ്. 1000-ലധികം മോണ്ടിസോറി ടീച്ചേഴ്സിനെ അധ്യാപനം എന്ന സ്വപ്നത്തിലേക്ക് കൈ പിടിച്ചുയർത്തി എൻട്രി മോണ്ടിസോറി അതിൻ്റെ ജൈത്ര യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ എത്തി എന്നുള്ള ഡേറ്റ കംപ്ലീറ്റ് പറയുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല, ഒരു ഓൺലൈൻ മോണ്ടിസോറി പ്ലാറ്റ്ഫോമുകൾക്കും അവകാശപ്പെടാൻ പറ്റാത്തൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഇന്ന് എൻട്രി മോണ്ടിസോറി ഇവിടെ ചരിത്രം കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡേറ്റകൾ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും കണ്ടിട്ടുള്ളതാണ്. സുമി ടീച്ചറിൻ്റെ ഒരു യാത്ര തൊട്ട് നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുമ്പോഴത്തേക്ക്, ഈ മാസം വരെ എത്തി നിൽക്കുമ്പോഴത്തേക്ക് 1000-ലധികം ടീച്ചേഴ്സിനെ അധ്യാപനം എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ കൈപിടിച്ച് ഉയർത്തിയേക്കാണ്. നിങ്ങൾക്ക് കറക്റ്റ് ഡേറ്റസ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഡേറ്റ് തന്നെയാണ് എൻ്റെ കൂട്ടുകാരല്ലേ പ്രിയപ്പെട്ടവരെ. നമുക്ക് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ 1000 കടന്നിരിക്കുകയാണ്. ഇത് റിയൽ ടൈം ആയിട്ട് 1000-ലധികമായിട്ടുണ്ട്. 2024 അടുപ്പിച്ച് നമ്മൾ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നമുക്ക് 910 പ്ലേസ്മെൻറ്റും, തമിഴ്നാട്ടിൽ 103 പ്ലേസ്മെൻറ്റും, കർണാടകയിൽ നമുക്ക് 5 പ്ലേസ്മെൻറ്റും വെച്ചായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മോണ്ടിസോറിയുടെ ആ ഒരു കേരള റീജിയൻ എടുക്കുകയാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും നമുക്ക് പ്ലേസ്മെന്റ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളിൽ നമുക്ക് മോണ്ടിസോറിയുടെ പ്ലേസ്മെന്റുകളുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, അങ്ങനെ തുടങ്ങി കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളും. തമിഴ്നാട്ടിലുണ്ട്, ഔട്ട് ഓഫ് കേരള ഉണ്ട്, ഔട്ട് ഓഫ് കൺട്രി വരെ ഉണ്ട്. ഇത് ആർക്ക് അവകാശപ്പെടാൻ പറ്റും? ഔട്ട് ഓഫ് കൺട്രി വരെ എൻട്രി മോണ്ടിസോറിയിൽ ഓൺലൈനായിട്ട് 6 മാസം കൊണ്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നമ്മുടെ GCC കൺട്രീസിലാവട്ടെ, യൂറോപ്യൻ കൺട്രീസിലാവട്ടെ, അവരവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് നോക്കുമ്പോൾ GCC കൺട്രീസിലാണ്. കുവൈറ്റിൽ, ഒമാനിൽ, ഖത്തറിൽ, സൗദി അറേബ്യയിൽ, UAE, അങ്ങനെ ഒട്ടനവധി പേര് തങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സമയം ചെലവഴിച്ച് കുറച്ച് മണിക്കൂറുകൾ മാത്രം മാറ്റി വെച്ചുകൊണ്ട് എൻട്രി മോണ്ടിസോറിയിൽ പഠിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ അവർ പ്ലേസ്ഡ് ആയിരിക്കണം. ഈ ഒരു മൈൽ സ്റ്റോൺ ആർക്കും തന്നെ അവകാശപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളും ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു സ്ത്രീ വ്യക്തിത്വമാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ടീച്ചർ സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. എന്തുകൊണ്ട് എൻട്രി മോണ്ടിസോറിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം? ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എലിജിബിലിറ്റി നോക്ക്, നിങ്ങൾക്ക് +2 ഓർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം മതി എന്ത് ചെയ്യാൻ? മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. ഇപ്പോൾ പല വ്യക്തികളും ടീച്ചർ എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ച് പോയ ആൾക്കാരുണ്ട്. കാരണം വേറെ 2 കോഴ്സുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ DLED കോഴ്സുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ BEd കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമല്ല അതിൻ്റെ കാര്യം, അതൊക്കെ അങ്ങനെ തന്നെ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 വർഷം അല്ലെങ്കിൽ 1 വർഷമായാലും 2 വർഷമായാലും നമ്മൾ എന്ത് ചെയ്യണം? ഓഫ്ലൈനായിട്ട് ക്യാമ്പസുകളിൽ പോയി പഠിക്കണം. പക്ഷേ മോണ്ടിസോറി നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, ഓൺലൈനായിട്ട് പഠിച്ചാൽ മതി. +2 ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള സ്ത്രീ ആണ് നിങ്ങളെങ്കിൽ, വിമൻ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ എൻട്രി മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്യണം? എന്തുകൊണ്ട് എൻട്രി മോണ്ടിസോറി 1000-ലധികം പ്ലേസ്മെന്റ് നേടി എന്നുള്ള ഉത്തമ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി പ്ലാൻ ബേസ്ഡ് വീഡിയോ ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. റെക്കോർഡിംഗ് കൊടുക്കുന്നുണ്ട്, ലൈവും കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈൻ ക്യാമ്പസിന് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് സമാനമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം, ഞങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുണ്ടെങ്കിലും ചോദിക്കാം. എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറിയുമായിട്ട് ബന്ധപ്പെട്ട് വീക്ക്ലി ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആൻഡ് മെന്റേഴ്സ്, 20 വർഷത്തിലധികം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മൾ എൻട്രിയിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കരിക്കുലം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി മെറ്റീരിയൽ ലാബ് ഉണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചിയിൽ മോണ്ടിസോറി മെറ്റീരിയൽ ലാബ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സുകൾ നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. സോ മോണ്ടിസോറി മെറ്റീരിയൽ ലാബ് ഉണ്ട്, സ്റ്റഡി നോട്ടുകളുണ്ട്, മൈക്രോ എക്സാമ്പിളുണ്ട്, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രൂ പോസ്റ്റൽ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതുപോലെ ഇന്റർവ്യൂ കോച്ച് ഉണ്ട്. അതൊരു ടൂളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഇന്റർവ്യൂ കോച്ച് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. ഏതിൻ്റെയാണെന്ന് ചോദിക്കണം നിങ്ങൾ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കാംബ്രിഡ്ജ് സർട്ടിഫിക്കേഷൻ ആണ്. കാംബ്രിഡ്ജിനെ പറ്റി അറിയാത്തവരാരും തന്നെ ഇല്ല. കാംബ്രിഡ്ജിനെ പറ്റി അറിയാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ, അതിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് സർട്ടിഫിക്കേഷൻ ആണ് എൻട്രി കൊടുക്കുന്നത്. ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ എൻട്രി മോണ്ടിസോറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് വൈകിട്ടില്ല, സമയം വൈകിട്ടില്ല. ഒരുപാട് വ്യക്തികൾ മെയ് മാസത്തിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ഡൗട്ടുകളും ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ സ്കൂളിലോട്ട്
കോഴ്സിലോട്ട് പോകുന്ന അതിന് മുമ്പുള്ള തൊട്ട് മാസമാണ്, റഷാണ്, ബുക്ക് മേടിക്കാൻ പോകണം, ബാഗ് മേടിക്കാൻ പോകണം. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 1 മണിക്കൂർ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം ജൂൺ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സ്കൂളുകളിലായിട്ട് റഷ് ടൈമാണ്, റഷായിട്ടുള്ള ടൈമാണ്. അതായത് ഹയറിങ് നടക്കുന്ന സമയമാണ്, ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്ന സമയമാണ്. ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോൾ ഓൾറെഡി ഫിൽ ആയിട്ടുണ്ട്. പക്ഷേ എൻട്രി മോണ്ടിസോറിയിൽ 3 മാസത്തിനുള്ളിൽ തന്നെ, അതായത് കോഴ്സ് ജോയിൻ ചെയ്ത് കോഴ്സ് 6 മാസമാണെങ്കിലും 3 മാസം കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. ജൂൺ കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ ഹയറിംഗ് വല്ലതും വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കയറാം. അപ്പം മെയ് മാസത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ കോൾ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഇപ്പോൾ മെയ് മാസത്തിൽ ബാച്ചുകൾ 2-3 ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നാളെ അവസാനിക്കും. അടുത്ത ബാച്ച് 10 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ ഡയൽ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.